അപ്പോൾ ഏറെ കാലത്തിനു ശേഷമാണ് നമ്മൾ ഒരു പുതിയ മൂവി റിവ്യൂമായി വരുന്നത്. മിഥുൻ മാനുവൽ തോമസിൻ്റെ മൂന്നാമത്തെ ഭാഗമായ രചനയും സംവിധാനവും നിർവഹിച്ച 2026 പുറത്തിറങ്ങിയ ഒരു ഇന്ത്യൻ മലയാള ഭാഷ ഫാൻറ്റസി കോമഡി ചിത്രമാണ് ആട് 3. ഞാൻ ആ സിനിമ കണ്ടു. അതിൻ്റെ ട്രെയിലറും ലോഞ്ചും അങ്ങനെയുള്ള പ്രക്രിയകളൊന്നും നമ്മൾ ചെയ്തില്ല. നേരെ പോയി ആ സിനിമ കാണുകയായിരുന്നു. അതായത് പെരുന്നാൾ രാവിലായിരുന്നു. പെരുന്നാളിന് അതായത് വെള്ളിയാഴ്ച തന്നെ അത് കണ്ടു. അന്ന് തന്നെ റിവ്യൂ പറയണമെന്ന് വിചാരിച്ചു. പക്ഷേ വളരെ ലാഗായിപ്പോയി, വളരെ ലേറ്റായി പോയിട്ടാണ് നമ്മളിപ്പോൾ റിവ്യൂ എടുത്തത്. കാരണം സമയം, പെരുന്നാളൊക്കെ അല്ലേ, അതിൻ്റെ സമയ പ്രശ്നങ്ങൾ കൊണ്ട് ഒരുപാട് സമയമെടുത്തു പ്രേക്ഷകരായ നിങ്ങളുടെ മുന്നിൽ റിവ്യൂ പറയാം. അപ്പോൾ ആട് 3 എന്ന് പറഞ്ഞാൽ ഒരു ടൈം ട്രാവൽ എന്ന് പറയുന്നൊരു ക്യാരക്ടറേഷനാണ് അവിടെ ഒരു പിക്ചേഴ്സാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പലർക്കും പല അഭിപ്രായമാണ് ഈ സിനിമയെക്കുറിച്ച്. ഇതിൽ ജയസൂര്യ പ്രധാന വേഷം ഇതിൽ ചെയ്യുന്നുവെന്നെങ്കിലും ബാക്കി ക്യാരക്ടേഴ്സൊക്കെ ഒരു അപാകതയുണ്ടെങ്കിലും ജയസൂര്യൻ്റെ ആ ക്യാരക്ടറിന് മാത്രം ഒരു പ്രയാസവും വന്നില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അന്നും ഇന്നും ഷാജി പാപ്പൻ അതേ രീതിയിൽ അതേ സ്ട്രക്ചറിൽ ഒറ്റക്കായാലും പൊരുതുമെന്നത് ഈ സിനിമ കണ്ടപ്പോൾ മനസ്സിലായി. മിഥുൻ മാനുവൽ തോമസിൻ്റെ ഡയറക്ഷൻ അത് കൈയടിക്കുന്നതിന് അപ്പുറമാണ് നമുക്ക് പറയാനുള്ളത്. പ്രോത്സാഹിക്കേണ്ട പ്രമോഷനെക്കാട്ടും അപ്പുറം മറ്റെന്തോ എടുത്തു വെച്ചിരിക്കുന്ന ടൈം ട്രാവൽ എന്ന് പറയുന്ന ഈ ഒരു പാറ്റേണിൽ സിനിമ കൊണ്ടെത്തിച്ചത് അദ്ദേഹത്തിൻ്റെ മിടുക്ക് തന്നെയാണ്. കാരണം ടൈം ട്രാവൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലത്തിന് മുമ്പ് നടക്കുന്നൊരു കഥയെ പറ്റിയുള്ള സ്റ്റോറിയെ ഈ കാലഘട്ടത്തിൽ കാണിച്ചു തരുന്ന ഒരു മാൻഡ്രിവിഷ്വൽ ഫിക്ഷനാണ് അവിടെ കൊണ്ടിരിക്കുന്നത്. ഒരു വേർഷൻ തന്നെയാണ്. പഴയ കാലം നമ്മളെ കാണിച്ചു തരിക എന്ന് പറയുന്നത് റിയാലിറ്റിയിൽ നടക്കുന്ന കാര്യമല്ല. പക്ഷെ അതൊരു സിനിമ രീതിയിൽ നമുക്ക് ടൈം ട്രാവൽ രീതിയിലേക്ക് മാറ്റിയെടുത്തുകൊണ്ട് നമ്മൾ ആ രീതിയിലേക്ക്, ആ വേർഷനിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു എക്സ്ട്രാ ഓർഡിനറി പഴയ ആട് 2 കാണുന്നതിനെക്കാട്ടിയും കൂടുതൽ ഇമ്പം ഈ 3-ലുണ്ട് എന്ന് ഞാൻ പറയും. കാരണം ഒരു പ്രേക്ഷകരായ രീതിയിൽ ഞാൻ പറയുകയാണെങ്കിൽ എനിക്കിഷ്ടപ്പെട്ടു. ആട് 2-നെക്കാട്ടും 1-നെക്കാട്ടും അതിനേറെ എനിക്കിഷ്ടപ്പെട്ടു ആട് 3 എന്ന് പറഞ്ഞു. കാരണം നിലവാര കൊമ്പം കൊണ്ട് നമ്മൾ ഒരു വാവ് എന്ന് അടിക്കുന്ന ഒരു ഫാക്റ്റ് ഉണ്ടല്ലോ. ഈ സിനിമ നമ്മൾ എവിടെ കൊണ്ട് എത്തിക്കുന്നു. ഇതിൻ്റെ അവസാനം ഇതിനൊരു 2ാം പാർട്ടുണ്ട്. അതായത് ടൈം ട്രാവൽ എന്ന് പറയുന്ന ഈ ഒരു ഇതിൽ ഇപ്പോൾ ഇന്ദ്രൻസ് അഭിനയിച്ച വേഷമായാലും, സൈജു കുറുപ്പ് അഭിനയിച്ച വേഷമായാലും, ധർമ്മജൻ ബോൾഗാട്ടി അഭിനയിച്ച വേഷമായാലും, ഇവരെല്ലാവരും അഭിനയിച്ചുവെന്നെങ്കിലും ആട് 3ക്ക് ആട് 3ൻ്റെ ആ ഒരു ഇമ്പവും ആ അട്രാക്ഷനും പ്രേക്ഷകർക്കുണ്ട്. ഇല്ല എന്ന ഒരു കാലിബർ ഇല്ല. കാരണം അത് അത്രക്കും കാലിബറിൽ അത്രത്തിൽ ക്രെഡിബിലിറ്റി ആയിട്ട് തന്നെ അവർക്കത് സന്തോഷിക്കാനും പറ്റും. പക്ഷെ പല റിവ്യൂസിൻ്റെ മറുപടി കണ്ട് നിങ്ങൾ സിനിമ കാണരുത്. ഓരോരോ വ്യക്തിയുടെ അഭിപ്രായം ഓരോ രീതിയിലായിരിക്കും. അതുകൊണ്ട് നമുക്കൊന്നും സ്വന്തമായ അഭിപ്രായം എന്ന നിലയിൽ നമുക്ക് കാണാം. അല്ലാതെ മറ്റുള്ളവരുടെ അഭിപ്രായത്തിൽ കാണേണ്ട ഒരു സിനിമയല്ല ആട് 3. അതായത് നിങ്ങളുടെ താല്പര്യം, നിങ്ങളുടെ വിഷനിൽ ഒരു പഴയ കാലഘട്ടത്തെ നിങ്ങൾക്ക് എങ്ങനെ ചിത്രീകരിക്കാമെന്നത് ഇതുപോലുള്ള ഫാൻറ്റസി മൂവിയിൽ മാത്രമേ സാധിച്ചെടുക്കാൻ കഴിയൂ. ഒരുപാട് ആക്ഷനും കോമഡിയും, അതായത് വളരെ സീരിയസ് ആയ സിനിമയിലൊക്കെ ഈ പറയുന്ന ഫാൻറ്റസി കൊണ്ട് കുത്തി നിറച്ചാൽ നമ്മൾക്കത് തമാശയായിട്ട് തോന്നുകയില്ല. ഇതൊരു ഫാൻറ്റസി ആയിട്ട് മാത്രം കണ്ട് ഈ സിനിമയെ വിലയിരുത്തണം. അപ്പോൾ ആ പഴയ കാലഘട്ടത്തിൽ എന്തൊക്കെ നടക്കുന്നു എന്നതൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിലുള്ളൊരു ഉത്ഭവബോധം നമുക്ക് ഈ സിനിമയിൽ എന്തൊക്കെ കാണാൻ ആഗ്രഹമുണ്ട്, എന്തൊക്കെ കാണാൻ ആഗ്രഹമില്ലാത്തത് എന്നതൊക്കെ അതിൽ ഫെൽട്ടായിരിക്കും. പിന്നെ വിനായകൻ ഇതിൽ സെക്കൻഡ് പാർട്ടിൽ വിനായകൻ്റെ റോളാണ് ഏറ്റവും എടുത്ത് പറയാനുള്ളത്. കാരണം വിനായകൻ്റെ 2 ടൈപ്പ് ക്യാരക്ടറും ഒരേ രീതിയിൽ തന്നെ സ്പോണ്ടേനിയസിൽ കൊണ്ടെത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ വളരെ വലിയൊരു കാര്യമാണ്. വിനായകനൊക്കെ
പറഞ്ഞാൽ പോരാ, അപ്പുറം പറയണം നമുക്ക്. വിനായകൻ്റെ എല്ലാ ക്യാരക്ടറെക്കാളും ഗംഭീരമാണ് ആട് എന്ന് പറയുന്ന ഈ ഒരു സിനിമയിൽ അദ്ദേഹം അഭിനയിക്കുന്നത്. അതിൻ്റെ എക്സ്ട്രാ ഓർഡിനറി തന്നെ അദ്ദേഹം ഈ ത്രീയിലും അഭിനയിച്ചു എന്നതാണ്. വളരെ സുലൈമാൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറെ പിടിച്ച് അതിൽ നിന്ന് മറ്റൊരു ക്യാരക്ടറിലേക്ക് എത്തുന്ന നിമിഷം വരെ അദ്ദേഹം അപ്ഡേറ്റഡ് ആണ്. അദ്ദേഹത്തിൻ്റെ ബോഡി ക്യാരക്ടേഴ്സ് നമുക്ക് കാണിക്കാൻ പറ്റുന്നു. വിനായകൻ എന്ന് പറയുന്നത് ബോഡി കൊണ്ട് അഭിനയിക്കുന്ന ഒരു അതുല്യ കലാകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ്, അതിൻ്റെ ഒക്കെ ആവശ്യവും അതിന് അനുസരിച്ച് ബിഹേവ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഈ ആട് ത്രീയിൽ. അതുകൊണ്ട് വളരെ മോശം അഭിപ്രായമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, നല്ലൊരു അഭിപ്രായമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇറ്റ്സ് എക്സ്ട്രാ ഓർഡിനറി സിനിമ, അത്ര തന്നെ. ഒരു എല്ല് കൂടുതലാണ് ഈ സിനിമയ്ക്ക്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടും കൂടി വരുമ്പോൾ അത് അതിൻ്റെ ലോജിക്കിൽ പോയി നമുക്ക് അതൊരു ഫിക്ഷനായി മാറും. അപ്പോൾ ഇനി ഷാജി പാപ്പൻ 4 വരുമായിരിക്കാം. അപ്പോൾ ആട് എന്ന് പറയുന്ന ഒരു എസ്റ്റാബ്ലിഷിംഗ് കൊണ്ട് ഒരു പേര് വെച്ച് ഈ ഒരു സിനിമ ഇങ്ങനെ വലിയൊരു മലയാളത്തിൻ്റെ സ്വന്തം സിനിമ എന്ന നിലയിൽ ആട് ഇനി നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. അതിൻ്റെ കളികളും ഇതൊക്കെ വേറൊരു ദിശയിലേക്ക് മാറുന്ന ഒരു പാറ്റേണിലേക്കാണ് ഇനി പോകാൻ പോകുന്നത്. അപ്പോൾ മിഥുൻ തോമസിൻ്റെ ഈ ഒരു സിനിമ വളരെ ഗംഭീരമായിട്ടുണ്ട്, വളരെ നല്ലൊരു ചിത്രവുമാണ്. ഈ ചിത്രത്തിൻ്റെ കഥ 2 ഭാഗങ്ങളാണെന്ന് നമ്മൾ പറയുന്നത്. അതിൽ ആദ്യത്തെ ഭാഗമാണ് ഫ്രൈഡേ ഫിലിം ഹൗസിനും കാവ്യ ഫിലിം കമ്പനിക്കും വേണ്ടി വിജയ് ബാബുവും വേണു പുന്നപ്പള്ളിയും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചത്. പിന്നെ സർബസ് ഷമീർ ഇതിൽ നന്നായി അഭിനയിച്ചിട്ടുണ്ട്. ജയസൂര്യ, സൈജു കുരു, വിനായകൻ, രഞ്ജി പണിക്കർ, വിജയ് ബാബു, സണ്ണി വെയിൻ, ധർമ്മജൻ, ബോൾഗാട്ടി, ഭക്ത മാനുവൽ, ഇന്ദ്രൻസ്, ബിജുക്കുട്ടൻ, സുധി കോപ്പ, ഹരികൃഷ്ണൻ എന്നിവർ തുടങ്ങിയ വൻ താരനിര അവരുടെ കഥാപാത്രങ്ങൾ ആവർത്തിക്കുന്ന അലിയ ബോൺ, കൃഷ്ണജീവ് എന്നിവർ ഈ സിനിമയിൽ പുതിയ അഭിനേതാക്കളാണ്. 2026 മാർച്ച് 19 ആട് 3 ലോകമെമ്പാടും പുറത്തിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നിരവധി കാസ്റ്റിങ്സാണ് ഇതിൽ. ആതിര പറ്റൽ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അനിയത്തിയായിട്ട് അതേ വേഷം തന്നെയാണ് ചെയ്തത്. പിന്നെ പുതിയ വേഷം ചെയ്ത വേദിക ഒരു ഡാൻസറായിട്ട് വന്നിരുന്നു. ജയസൂര്യ, ഷാജി പാപ്പൻ, കോട്ടയം പ്രദീപ് എന്ന് പറഞ്ഞ അദ്ദേഹം മരണപ്പെട്ടു പോയി. പിന്നെ വിനീത് മോഹൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇപ്രാവശ്യം ചെയ്തിട്ടില്ല. ഇപ്രാവശ്യം അജു വർഗീസ് ഒരു വേഷം ചെയ്തിട്ടുണ്ട്. പഴയ കാലഘട്ടത്തിൽ ടൈം ട്രാവൽ ഇതിലേക്ക് അജു വന്നിട്ടുണ്ട്. രഞ്ജി പണിക്കർ വന്നിട്ടുണ്ട്. ഭഗത് മാനുവൽ വന്നിട്ടുണ്ട്. സണ്ണി വെയിൻ എന്ന് പറഞ്ഞ സാത്താൻ സേവിയറിൻ്റെ ക്യാരക്ടർ വന്നിട്ടുണ്ട്. അങ്ങനെ നിരവധി ഇഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ക്യാരക്ടേഴ്സ് തന്നെയാണ്. പിന്നെ ഇതിലൊരു ലേഡിയാണ് മെയിൻ വില്ലനായിട്ട് വന്നിരിക്കുന്നത്. അതാണ് നമ്മുടെ ക്ലൈമാക്സിനെ എടുത്തു പറയാൻ പറ്റുന്നത്. പിന്നെ അമ്മച്ചിയായിട്ട് സേതുലക്ഷ്മി തന്നെയാണ്. നെൽസനുണ്ട്, ഹരികൃഷ്ണനുണ്ട്, ബിജുക്കുട്ടനുണ്ട്, ബിജു സന്തോഷില്ല, പിന്നെ വിജയ് ബാബു. ഈ ക്യാരക്ടേഴ്സൊക്കെ തന്നെ നിലവിലുണ്ട്. പിന്നെ ഒരു ക്യാരക്ടേഴ്സ് പുതിയത് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ രീതിയിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് സിനിമ പുറത്ത് 19 ഈ വർഷം മാർച്ച് 19 ഇത് ഇറക്കിയിരിക്കുന്നത്. ഞാൻ കണ്ടു. എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ നല്ല സ്വയംഭൻ ഒരു സാധനം കഴിച്ചാൽ എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞാൽ ഷാജി പാപ്പൻ കാണേണ്ട ആ ഒരു പെരുന്നാൾ സമയങ്ങളിലൊക്കെ കാണേണ്ട സിനിമയാണ്. കാരണം പെരുന്നാൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് വണ്ടറടിച്ച് കാണാൻ പറ്റുന്ന ഒരു ഫാൻറ്റസി മൂവീസ് സിനിമ തന്നെയാണ് ആട് എന്ന് പറയുന്ന ഈ ഒരു അതുല്യ പടം. അത് ആട് 3 വരുമ്പോൾ അതിൻ്റെ എസ്റ്റാബ്ലിഷൻ വളരെ ബ്രില്യൻ്റായി കാണുന്നു. അപ്പോൾ ബൈ.